സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ മൈൻക്രാഫ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മറ്റൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ് വേൾഡിൻ്റെ കൂടെ. ലെറ്റ്സ് പ്ലേ സീസണിൻ്റെ എത്രാമത്തെ എപ്പിസോഡാ? മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ എപ്പിസോഡ്. ചെറിയൊരു FPS ഡ്രോപ്പ് ഉണ്ട്, അത് കാര്യമാക്കണ്ട. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു സ്റ്റാർട്ടർ ബേസ് പണിയാൻ പോകുന്നു. ഓക്കെ, അതിന് പണിയണം. പിന്നെ വേൾഡിൻ്റെ ചാനലിലെല്ലാം വീഡിയോ വരും. ഇതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലൊക്കെ അവിടെ വരുന്നതായിരിക്കും, ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഓക്ക് റെഡിയായോ? ഓക്ക് റെഡിയായോ? പിന്നെ പിന്നെ നമുക്ക് കുറച്ച് വേണം. ഇത്രയും വുഡ് ഉണ്ട്. പിന്നെ വേണ്ടത് കോബിൾ സ്റ്റോൺ കുറച്ച്, അതേപോലെ നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. സ്റ്റോൺ നമുക്ക് അത് ഇപ്പോ സ്റ്റോൺ ഇല്ലേ? സ്റ്റോൺ ഫ്യൂവലില്ലേ? ഫ്യൂവൽ ആകുമ്പോൾ എടുത്തിട്ടാണ് ലാഭമാണ്. ബക്കറ്റ് ഉണ്ടായില്ലേ? ബക്കറ്റില്ല. ബക്കറ്റ് എന്തി? ബക്കറ്റ് എടുക്കുക. ഒരു അയൺ എടുത്തിട്ട് അങ്ങ് താഴെ ഇരിക്കുന്നില്ലേ? എടുത്തിട്ട് പോയിട്ടൊരു ബക്കറ്റ് ഉണ്ടാക്കി. ബക്കറ്റ് ഒന്നും ഇല്ലല്ലോ നോക്കുന്നേ. ഞാൻ അപ്പൊ തന്നെ എന്നെ കുറച്ച് ഫെൻസ് ഒക്കെ ഉണ്ടാക്കാം. കുറച്ച് ഫെൻസ് ആവശ്യമുണ്ട്. ഞാൻ ഫെൻസ് കുറെയൊക്കെ എല്ലാം സെറ്റ് ആക്കട്ടെ. നമുക്ക് കുറച്ചധികം ഫെൻസ് വേണം. പിന്നെ ഗ്ലാസ് സ്മെറ്റ് അല്ലേ? ഫുള്ള് ഗ്ലാസ് സ്മെറ്റ് ആയിട്ടും. വൈ? ബിക്കോസ് റെക്കോർഡിങ്ങും എല്ലാം കൂടെ അല്ലേ. ഇവിടെ കുറച്ച് ലാഗ് ഉണ്ട്. ഓ ഓക്കെ, നോക്കണ്ട. ഒരു 1.5 സ്റ്റാക്ക് നമുക്ക് അപ്പെക്സിന് കാശ് കൊടുത്തിട്ട് അവന്മാര് ലാഗ് അടുപ്പിക്കുവാണല്ലോ. ഭയങ്കര മോശം പരിപാടി അല്ലേ? അതെ, ഞാൻ അവിടെ ഗ്ലാസ് ഇതാക്കി വെച്ചിട്ടുണ്ട്, ഉരുക്കി വെച്ചിട്ടുണ്ട്. എന്താ 2 4 ഇതാണ് സോംബി. സോംബി കൊല്ലാൻ വരുന്ന ഞാൻ ഓടി. എന്നെ വിറ്റല്ലേ വീണ്ടും. നമ്മുടെ ഡ്രാഗൺ പൈല് ഇങ്ങോട്ട് നോക്ക്. ഡ്രാഗൺ പൈല് 2 കൊമ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഇവനെ ശരിക്കൊന്ന് കാണുന്നു. അയ്യോ നോക്കല്ലേ നമ്മളെ ഡ്രാഗൺ പൈല്. നമ്മളതിനെ തല്ലി പിന്നെ നമ്മുടെ ഫുള്ള് സാധനം നമ്മളെപ്പോഴും കയ്യിൽ വെക്കാം മൊത്തം. അയ്യോ സാധനം എടുക്കാൻ ലാഭം കൊടുത്തില്ലേ? ലാഭം എടുത്തിട്ടോടൂ. ശരി, നമുക്ക് ലാഭം എടുത്തോണ്ട് വരാം. പിന്നെ ഇത് ടോർച്ച് വേണ്ടേ? ടോർച്ച് ലാൻഡ് ആക്കണം നമുക്ക് കുറച്ച്. എന്താണ് ഇത് FPS ഡ്രോപ്പ് അടിക്കണേ? ഓക്കെ, ഒരു 46 അടുപ്പിച്ച് കിട്ടി. ഓക്കെ, 52 ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു കൊളുത്തിപ്പിടുത്തമുണ്ട്. പറഞ്ഞ പോലെ വീട് പണിയാൻ ലാവ കൊണ്ടുവരുന്ന തുടങ്ങി. എപ്പോ പോയി കൊണ്ടുവന്നു? ഞാൻ നിങ്ങൾ പോയപ്പോ ഞാൻ പോയെടുത്ത് ടൈം സെക്കൻഡിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ കുറെ ലാൻഡ് ഉണ്ടാക്കി, ഒരു 30 ലാൻഡ് ഉണ്ടാക്കി. പിന്നെ ബിൽഡിങ്ങിന് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കി. ബിൽഡ് ചെയ്താ മതി. എങ്ങനെ ഇത് എങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നോ അതോ നമുക്ക് അങ്ങനെ എന്തുവാ? എങ്ങനെ ടൈം ലാപ്സ് അടിക്കാനാ? എന്നാ ടൈം ലാപ്സ് അടിക്കാം. തുടങ്ങല്ലേ? തുടങ്ങട്ടെ. ഒരു മിനിറ്റ്. 12 5
12 12 17 19 12 7 19 ഗൈസ്. അപ്പോൾ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് വരൂ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് പണിയുന്നത്. അതെ, ബേസിന്റെ ടൈലാസ് ആയിരിക്കും. അപ്പം അത് കേട്ടിട്ട് അപ്പത്തിന് നമുക്ക് ബാക്കി ഇന്ത്യയിൽ നോക്കിട്ട് കഴിഞ്ഞ് കാണിച്ചു തരാം. അതെ 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 നമുക്ക് എല്ലാം കാണിച്ചു തരാം. അതെ 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 Okay, അതെ അപ്പൊ നേരെ ടൈലാസിലേക്ക്. അതെ 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 നേരെ. അതെ അതെ. ക്യാമറമാൻ റെഡി അല്ലേ? ക്യാമറമാൻ റെഡി ready അല്ലേ? അല്ലേ? ക്യാമറമാൻ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ, റെഡി. ഞാൻ റെഡി അല്ല, ക്യാമറമാൻ പോയിരുന്നു. പോയിട്ട് വാ, പോയിട്ട് റെഡി ആവ്. ക്യാമറമാൻ കഴിച്ചപ്പോ പോയിടും. അപ്പൊ ഓടെ എന്താ പരിപാടി? വീണ്ടും പരിപാടി താഴത്തെ നമ്മളെ സ്റ്റോറേജ് ഏരിയ ഒന്ന് കുറച്ചൊന്ന് മിനിക്കെടുക്കാൻ അതിന്റെ പരിപാടി ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ താഴെ പോയോ? ഞാൻ മണ്ടേക്ക് വന്നപ്പോ താഴെ ഇവിടെ കുറച്ച് ബ്ലോക്ക് വെക്കമുണ്ട്, അത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മളെ അവിടുന്ന് കുറച്ച് സ്റ്റോൺ എടുത്തു. നമ്മുടെ സ്പെറ്റ് കുറച്ച് സ്റ്റോൺ എടുത്തിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ അല്ല, സെക്കൻഡ് ഫ്ലോർ അല്ല, ഫസ്റ്റ് ഫ്ലോർ. ഇതിന്റെ പേര് ബേസ്. ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒരു സ്റ്റോറേജ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ്. അതിന് നെതറിൽ കയറേണ്ടി വരും, കോഡ്സ് എടുക്കാൻ കമ്പാരിറ്ററൊക്കെ വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് അടുത്ത എപ്പിസോഡിലേക്ക് ചെയ്യാം. ഓക്കെ, നെതർ എൻറ്ററിങ് അല്ല വേടെ ഭീകരമായിരിക്കും. പിന്നെ നമ്മുടെ അത് ഇച്ചിരി നമുക്ക് മറ്റേ ഇത് ഡെൽറ്റ മാത്രം കിട്ടാണ്ടിരുന്നാ മതി. ഡെൽറ്റ കിട്ടാണ്ടിരുന്നാൽ ഭാഗ്യം. നെതർ വേസ്റ്റ് ആണ് ഏറ്റവും സൂപ്പർ. ക്രിംസൺ കിട്ടിയാലും ബാക്കി ഏത് കിട്ടിയാലും കുഴപ്പമില്ല. നെതർ വേസ്റ്റാ കുറച്ചുകൂടി നല്ലത്. അതാണ് സൗകര്യം. എനിക്ക് കാണുമ്പോ ഓർമ്മ വരുന്നത്, നമ്മള് സ്പീഡ് റൺ കളിച്ചപ്പോഴേ നെതറിൽ കയറി ഓർമ്മയുണ്ട്, അയൺ ആർമർ ഇട്ടോണ്ട്. അയ്യോ, എന്നെ വിറ്റത് പന്നി കെട്ട് കളിച്ചിട്ടോ. ഞാൻ മറക്കൂല. എന്റെ നിക്കളെ ഇടിച്ച് പന്നി ലാവേ കളഞ്ഞു. ഞാനൊക്കെ നിങ്ങൾ മുങ്ങി. പിന്നല്ല, ഞാൻ പന്നി വേണ്ടി ആളാണ്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ 2 പന്നി നിക്കുന്നു. ഞാൻ ഓടി. നിങ്ങളപ്പ എന്റെ പുറകെ കയറി വന്നു. തള്ളി. എന്തിന്? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോയത്. എനിക്ക് എന്റെ കോൺഫിഡൻസ് അന്നൊരു പ്രശ്നമുള്ള കേസ് ഇങ്ങോട്ട് വന്നു. ആകാശം നമ്മുടെ ബേസ് ഇങ്ങനെ പരിപാടി കംപ്ലീറ്റ് ആയി. ഔട്ട് ഫുള്ള് കംപ്ലീറ്റ് കേട്ടാ, ഔട്ട്ലുക്ക് ഫുള്ള് കംപ്ലീറ്റ്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികള്, ബെഡ്റൂം സെറ്റ് ചെയ്യണം. ബാക്കി നൈറ്റായി. എവിടെ ബെഡൊന്നും ഇല്ല എന്റെ കയ്യില്. ഉണ്ട്. ഇതെന്തോ ഭയങ്കര FPS ഡ്രോപ്പ് അടിക്കുന്നു. അപ്പെക്സിന് കാശ് കൊടുത്ത് വെറുതെ ആയല്ലോ. എന്റെ ഇടയ്ക്ക്
നമ്മളിവിടെ കുറച്ച് ബീഹൈവ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഹണി ഫാം പണിയാൻ വേണ്ടി മാത്രം അല്ലേ? 1 അതെ 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 3 പിന്നെ അപ്പുറത്തോട്ടും ഒരെണ്ണം ഉണ്ട്. അപ്പൊ സെറ്റല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കമോൺ ഗായ്സ്, നമുക്ക് ഇന്റീരിയർ ചെയ്യാം. ഞാനിവിടെ പണിയെടുക്കുന്നില്ല. ബെഡ് എൻ്റെ കയ്യിലുണ്ട്. ഇന്റീരിയർ നമുക്ക് നൈസായിട്ട് ചെയ്താൽ മതിയല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇന്റീരിയറാ ഞാനൊരു ഇത് മാത്രം ഇന്റീരിയർ ചെയ്യാൻ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇല്ല, വേറൊന്നുമില്ല. 2 ബെഡല്ലേ ഉള്ളൂ. 2 ബെഡ് ഗ്രാഫിക് ടേബിളും അല്ലേ ഉള്ളൂ. ആംഗിളിൽ വെക്കണം നമുക്ക്. മറ്റേ ഇതിന്റെ റൂഫിൽ നമുക്ക് ഒരു എൻചാൻമെന്റ് ഏരിയ സെറ്റ് ആക്കാം. എവിടെ മേപ്പോട്ട് പോകാൻ വഴിയില്ലല്ലോ. അത് വഴിയാക്കണം. ഇവിടെ ഒരു ബാൽക്കണി വേണോ? ഇല്ല, അതിനല്ല ഇത്ര വലിയ വിൻഡോ ഇട്ടേക്കുന്നുണ്ട്. നല്ല വ്യൂ ഉണ്ട്, നല്ല വ്യൂ ഉള്ള വിൻഡോ. നല്ല നമുക്ക് നമ്മുടെ ഇവിടുന്ന് ബ്രീഡർ കാണാൻ പറ്റും. കണ്ടോ? റെൻഡർ ആയില്ല, ഇത് റെൻഡർ ആയില്ല. പോകാം, കുഴപ്പമില്ല. ചിത്രമാണ് നമുക്ക്. ഇത് ഇവിടെ ബെഡ്റൂം, ഇവിടെ എന്റെ ബെഡ്റൂം, ഈ സൈഡില് ഗേൾസിന്റെ ബെഡ്റൂം. അല്ല, ഇവിടെ എന്റെ ബെഡ്റൂം, അവിടെ ഗേൾസിന്റെ ബെഡ്റൂം. പിന്നെ ഇതിന്റെ കോമായിട്ട് മേളിൽ നമ്മുടെ എൻചാൻമെന്റ് ഇട്ടാക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഫുള്ള് നമ്മുടെ ഫസ്റ്റ് യൂസ് ചെയ്ത ആർമർ ഫുൾ നമ്മളിട്ട് ഇവിടെ സ്റ്റാൻഡ് ഒക്കെ സെറ്റ് ആക്കും. താഴേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമ്മള് ഒരു കിച്ചണ്, അതായത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി സാധനം, അതായത് ബ്ലാസ്റ്റ് ഫർണസ്, നോർമൽ ഫർണസ്, പിന്നെ സ്മോക്കർ അല്ലേ? അത്ര ഇവിടെ സെറ്റ് ആക്കും. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് നമ്മുടെ ബ്രൂവിംഗ് സ്റ്റാൻഡ് വെച്ചിട്ട് ഇവിടെ ബ്രൂവിങ്ങിന്റെ ഏരിയ. അതേപോലെ ഇവിടുന്ന് ഇവിടെ നമ്മളൊരു ചെസ്റ്റ് വെക്കും. ഇവിടെ സിംഗിൾ ചെസ്റ്റ് വെക്കും. എന്നിട്ട് ആ ചെസ്റ്റിൽ നിന്ന് നേരെ താഴേക്ക് നമ്മുടെ, അതായത് ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഉള്ള സ്ഥലം, ഇതിന്റെ അടിയായിരിക്കും നമ്മുടെ സ്റ്റോറേജ് ചെയ്യുക. അതിലേക്കുള്ള എൻട്രൻസ് നമ്മള് ഇവിടുന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ എൻട്രൻസ് കൊടുക്കും. ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഫുള്ള് നമുക്ക് കയ്യിലിരിക്കുന്ന ഇൻവെന്ററി ക്ലിയർ ചെയ്യാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ചെസ്റ്റ് എടുക്കും. ബാറിലെ ശരിയല്ല, വില്ലേജർമാര് നമ്മുടെ ബെഡ്റോക്കിലെ വില്ലേജർമാർ ഈ ബാറെ കണ്ടില്ല, എന്നിട്ട് ജോലി എടുക്കുക. അതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് വെച്ചിട്ട് ഇവിടെ നേരെ താഴേക്ക് നമ്മളെ സാധനം സോർട്ടായിട്ട് ഇതിനടിയിൽ വന്നിരിക്കും ചെയ്യും. ഇതിനടിയിലേക്ക് കുറച്ചുകൂടെ താഴേക്ക് കുറച്ച് ബ്ലോക്ക് ഒക്കെ ഒന്ന് മൈൻ ചെയ്ത് ഉള്ളിലൊന്ന് വെക്കണം. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ വീടിന്റെ ബേസിന്റെ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ. തന്നെ കേട്ടോ, ഞാൻ എന്റെ ഒരു കേട്ടോ സൈഡൊക്കെ നല്ല ലുക്ക് തന്നെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസ്. ഇതാണ് സ്റ്റാർട്ടർ ബേസ്. പിന്നെ സ്റ്റാർട്ടർ ആണല്ലോ, അതുകൊണ്ട് ഇത്രയൊക്കെ മതി. നീ ഇപ്പൊ ഇവിടേക്ക് ഈ സാധനം സ്റ്റോറേജ് ഫുൾ എടുത്ത് ഉള്ളിലേക്ക് കയറ്റണം. അത് നമുക്ക് അടുത്ത സമയം ജസ്റ്റ് അതിനുവേണ്ടി നമുക്ക് എവിടെ നെതർ കയറണം അല്ലേ? നെതർ കയറിട്ട് നമുക്ക് അതിന്റെ നെതർവാട്ട് കുറച്ച് കോഡ്സ് കൊണ്ടുവരണം. കാരണം നമുക്ക് കുറച്ച് ഇത് തന്നെ അതിന്റെ പേരിൽ മറ്റേ കമ്പാരറ്റർ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. കമ്പാരറ്റർ ചിലപ്പോ വേണ്ടി വരും. ചിലപ്പോ അല്ല, മറ്റേ നമ്മുടെ കോളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് വേണ്ടിട്ട് അത് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് നൈസ് എടുത്ത് റെഡി നിർത്തിയാലോ? വേറെ എന്തൊക്കെ ചെയ്യണ്ടോ? ഇന്ത്യയിൽ നമുക്ക് ഞങ്ങൾ അങ്ങനെ നോക്കാൻ സെറ്റ് ആക്കാം. അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് ഒന്ന് താഴേക്ക് ആക്കണം. അത് അടുത്ത എപ്പിസോഡിലേക്ക് അതും സെറ്റ്. അടുത്ത എപ്പിസോഡ് വരുന്ന നമ്മൾ ഇന്ത്യ ഫുൾ സെറ്റ് ആക്കി വെക്കുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും അപ്പൊ നമുക്ക് എന്താ പരിപാടി നിർത്താലോ? നിർത്താം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. കിടിലൻ ബേസ് പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാന്. അപ്പം നമ്മളെ ഇനി അതിന്റെ ഇന്റീരിയർ ഒക്കെ നമ്മൾ വരുന്ന പോണക്ക് സെറ്റ് ചെയ്യാം. കാരണം ഐറ്റംസ് ഒന്നും ഇല്ല അധികം. ആൻഡ് നമുക്കിനി ഒരു സ്റ്റോറേജ്, അടുത്ത എപ്പിസോഡിൽ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് പണിയാം. കാരണം അവിടെയുള്ള ചെസ്റ്റ് മൊത്തം ഫുള്ളായിരിക്കുന്നു. സോ നമുക്ക് അതിലെടുത്ത് ഇങ്ങോട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു കോപ്പർ കോളത്തെ വെച്ച് നമുക്കൊരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് അല്ല വേർഡ് ഫുള്ളി ഓട്ടോമാറ്റിക് സ്റ്റോറേജ്, സെമി ഓട്ടോമാറ്റിക് എന്നും വേണേ പറയാം, ഫുള്ളി ഓട്ടോമാറ്റിക് എന്നും പറയാം. എന്തായാലും ആവട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് കോഡ്സ് ചിലപ്പോൾ വേണ്ടി വരും. കോഡ്സ് വേണ്ടി വരുന്നത് നമ്മൾ നെതറിൽ കയറണം. അപ്പോൾ നെതറിലും കൂടെ കയറി നമുക്ക് സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ
ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ. പിന്നെ വോയിൻ ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും, അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ.